Good morning. Today we are going to discuss about the principles of taxation or the theories of taxation. So we have already discussed about the canons of taxation in our previous classes. Today we are going to discuss about the theories of taxation, not the canons of taxation, but these are the theories about taxation. ടാക്സേഷനെ കുറിച്ചിട്ടുള്ള തിയറീസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. അതിൽ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ, കോസ്റ്റ് ഓഫ് സർവീസ് തിയറി, അങ്ങനെ പലതരത്തിലുള്ള തിയറീസ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ എബിലിറ്റി ടു പേ തിയറി എന്നുള്ള തിയറിയാണ്. അപ്പം ഇത് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു പേ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എബിലിറ്റി ടു പേ എന്ന് പറഞ്ഞാൽ എന്താണ്? പേ ചെയ്യാനുള്ള അല്ലെങ്കിൽ ടാക്സ് കൊടുക്കാനുള്ള കഴിവിനെയാണ് നമ്മൾ എബിലിറ്റി ടു പേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. So this is a most generally accepted theory of taxation. അപ്പോൾ ടാക്സേഷനെ കുറിച്ചുള്ള വളരെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ എബിലിറ്റി ടു പേ തിയറി അഥവാ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈച്ച് പേഴ്സൺ ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഗവൺമെൻറ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ എബിലിറ്റി ടു പേ. അപ്പം ഓരോ വ്യക്തിക്കും ഒരു ടാക്സ് കൊടുക്കാനുള്ള എബിലിറ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ടാവും. ഇത്ര കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം അല്ലെങ്കിൽ ആ എബിലിറ്റിക്ക് അനുസരിച്ച് വേണം അയാൾ ടാക്സ് കൊടുക്കേണ്ടതെന്നാണ് ഈ തിയറി പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈച്ച് പേഴ്സൺ ഷുഡ് കോൺട്രിബ്യൂട്ട് ടു ദ ഗവൺമെൻറ് ഓർ ടു ദ സ്റ്റേറ്റ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ എബിലിറ്റി ടു പേ. അപ്പോൾ ഓരോരുത്തരുടെയും ടാക്സ് കൊടുക്കാനുള്ള എബിലിറ്റിക്ക് ആനുപാതികമായി വേണം അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വേണം എന്ത് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ഗവൺമെൻറ്റിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നാണ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിൽ പറയുന്നത്. സോ ദിസ് ഈസ് ദ ഐഡിയൽ എത്തിക്കൽ ബേസിസ് ഓഫ് ടാക്സേഷൻ. എത്തിക്കൽ എന്ന് വെച്ചാൽ എന്താണ്? വളരെ നീതിപൂർവമായ, വളരെ നല്ല രീതിയിലുള്ള, വളരെ ധാർമ്മികപരമായ രീതിയിലുള്ള ടാക്സേഷൻ്റെ ഒരു ബേസിസാണ്, അടിസ്ഥാനമാണ് എബിലിറ്റി ടു പേ എന്ന് പറയുന്നത്. എബിലിറ്റി ഈസ് ദ എത്തിക്കൽ ബേസിസ് ഓഫ് ടാക്സേഷൻ. ധാർമ്മികപരമായി ടാക്സിൻ്റെ ബേസ് എന്താണ്? അടിസ്ഥാനം എന്താണ്? എബിലിറ്റിയാണ്. ഓരോരുത്തരുടെയും എബിലിറ്റി, ഓരോരുത്തർക്കും ടാക്സ് പേ ചെയ്യാനുള്ള എബിലിറ്റി എത്രയുണ്ടോ അതിനനുസരിച്ച് വേണം ടാക്സ് കൊടുക്കേണ്ടതെന്നാണ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഇപ്പോൾ ഈ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിൽ പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള അപ്രോച്ചസാണ് നമ്മൾ പറയുന്നത്. ദർ ആർ 2 types of approaches in ability to pay principle. They are the subjective approach as well as the objective approach. സബ്ജക്റ്റീവ് അപ്രോച്ച് എന്നും ഒബ്ജക്റ്റീവ് അപ്രോച്ച് എന്നും രണ്ട് തരത്തിലാണ് നമ്മൾ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അത് നമ്മൾ ഇനി വരുന്ന കാര്യങ്ങളിൽ, വരുന്ന സബ്സിക്വൻറ്റ് ഡിസ്കഷനിൽ നമ്മളത് ഉൾപ്പെടുത്തി പറയും. അപ്പോൾ അതിന് മുന്നേ തന്നെ ഈ എബിലിറ്റി ടു പേ തിയറി എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ച് നമുക്ക് ചെറിയ ബ്രീഫ് ഡിസ്കഷൻ നമുക്ക് പറയാൻ പറ്റും. സോ ദിസ് എബിലിറ്റി ടു പേ ഈസ് എ വെരി ഓൾഡ് കൺസെപ്റ്റ്. വളരെ പഴയ ഒരു കോൺസെപ്റ്റാണ് എബിലിറ്റി ടു പേ എന്ന് പറയുന്നത്. അപ്പോൾ അക്കോർഡിംഗ് ടു ദിസ് തിയറി, ജസ്റ്റ് ടാക്സേഷൻ ഈസ് ടാക്സേഷൻ അക്കോർഡിംഗ് ടു ഫാക്കൾട്ടി ഓർ എബിലിറ്റി ടു പേ. ജസ്റ്റ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ നീതിപൂർവമായ ടാക്സേഷൻ. ജസ്റ്റ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ടാക്സേഷൻ വിച്ച് ഈസ് ഡൺ അക്കോർഡിംഗ് ടു ദ എബിലിറ്റി ടു പേ ഓഫ് എ പെർട്ടിക്കുലർ പേഴ്സൺ ഓർ അക്കോർഡിംഗ് ടു ദ ഫാക്കൾട്ടി. ഒരു വ്യക്തിയുടെ എബിലിറ്റി ടു പേ അഥവാ ഫാക്കൽറ്റിയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കേണ്ടത്? ടാക്സേഷൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ടാക്സേഷൻ ഈസ്, അപ്പോൾ നീതിപൂർവമായ ടാക്സേഷൻ, ജസ്റ്റ് ടാക്സേഷൻ മീൻസ് ടാക്സേഷൻ വിച്ച് ഈസ് ബേസ്ഡ് ഓൺ ജസ്റ്റിസ്. അപ്പോൾ ജസ്റ്റിസിൻ്റെ അല്ലെങ്കിൽ നീതിയുടെ അടിസ്ഥാനത്തിലുള്ള ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടാക്സേഷൻ വിച്ച് ഈസ് അക്കോർഡിംഗ് ടു ഫാക്കൾട്ടി ഓർ എബിലിറ്റി ടു പേ. ഫാക്കൾട്ടി അഥവാ എബിലിറ്റി ടു പേ എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ടാക്സേഷനാണ് ജസ്റ്റ് ടാക്സേഷൻ എന്നാണ് ഈ തിയറിയുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. എബിലിറ്റി അഥവാ ഫാക്കൾട്ടി എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ഇറ്റ് വാസ് മെൻറ്റ് പ്രോപ്പർട്ടി അറ്റ് ഫസ്റ്റ് ആൻഡ് ദെൻ ഇറ്റ് വാസ് മെൻറ്റ് ഇൻകം. ആദ്യം ഈ ഫാക്കൾട്ടി അല്ലെങ്കിൽ എബിലിറ്റി ടു പേ എന്നുകൊണ്ട് അർത്ഥമാക്കിയിരുന്നത് പ്രോപ്പർട്ടി ആയിരുന്നു, ഒരു വ്യക്തിയുടെ പ്രോപ്പർട്ടി ആയിരുന്നു. ലേറ്റർ ഇറ്റ് വാസ് മെൻറ്റ് ആസ് ഇൻകം. പിന്നീട് അത് എന്തായിട്ട് കരുതി? ഇൻകമായിട്ട് തീരുമാനിക്കപ്പെട്ടു. ഫസ്റ്റ് ഫാക്കൾട്ടി മെൻറ്റ് പ്രോപ്പർട്ടി, ലേറ്റർ ഫാക്കൾട്ടി മെൻറ്റ് ഇൻകം ഓഫ് ദ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ. So according to this principle of taxation or according to this theory of taxation, all should be treated equally under law.
എല്ലാവരെയും എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഈക്വലായിട്ട് നിയമത്തിൻ്റെ മുന്നിൽ എവരിബഡി ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ. അപ്പോൾ അക്കോർഡിംഗ് ടു ജെ.എസ്. മിൽ, ഇക്വാളിറ്റി ഇൻ ടാക്സേഷൻ മീൻസ് ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ്. ഇപ്പോൾ ജെ.എസ്. മിൽ പറയുന്നത് വെച്ചാൽ ടാക്സേഷൻ ഇക്വാളിറ്റി ഉണ്ടാവണമെന്ന് പറഞ്ഞാൽ എന്താണ്? ദർ ഷുഡ് ബി ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ്. അതായത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സാക്രിഫൈസിൽ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്ന ഒരു ത്യാഗം ഉണ്ടാവും. ടാക്സ് കൊടുക്കുമ്പോൾ അവരുടെ മനസ്സിലൊരു ത്യാഗ മനോഭാവം ഉണ്ടാവും. അവരെന്തോ ത്യജിക്കുകയാണ്, എന്തോ ഉപേക്ഷിക്കുകയാണ്. ആ സാക്രിഫൈസ് ഈക്വൽ ആവണം എല്ലാവരും. അപ്പോൾ ഇക്വാളിറ്റി ഇൻ ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ് എന്നാണ് അതിൻ്റെ മീനിങ് എന്നാണ് ജെ.എസ്. മിൽ തന്നെ പറയുന്നത്. അപ്പോൾ രണ്ട് തരത്തിൽ നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ് എന്നും സബ്ജക്റ്റീവ് കോൺസെപ്റ്റ് എന്നും പറയുന്നു. അപ്പോൾ ഇതിൽ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റിൽ ഫാക്കൾട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫാക്കൾട്ടി എന്ന് പറയുന്ന ദിസ് ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഫാക്കൾട്ടി വാസ് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഈക്വൽ സാക്രിഫൈസ്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റിൽ പ്രധാനമായിട്ട് ഫാക്കൾട്ടി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. ഫാക്കൾട്ടി അല്ലെങ്കിൽ എബിലിറ്റി ടു പേ എന്നുള്ളൊരു കോൺസെപ്റ്റാണ് പറഞ്ഞെങ്കിൽ ദാറ്റ് വാസ് ലേറ്റർ ട്രാൻസ്ഫോംഡ് ഇൻ ടു സബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഈക്വൽ സാക്രിഫൈസ്. ഇത് പിന്നീട് ഈക്വൽ സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റീവായിട്ടുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്ജക്റ്റീവ് കോൺസെപ്റ്റായ ഫാക്കൾട്ടി എന്നുള്ളത് ദാറ്റ് വാസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു എ സബ്ജക്റ്റീവ് കോൺസെപ്റ്റ് ഓഫ് ഈക്വൽ സാക്രിഫൈസ് ലേറ്റർ. So, according to this theory, just taxation is that which exists when all contributes to the common good so as to incur equal sacrifice. അപ്പോൾ ജസ്റ്റ് ടാക്സേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എവറി പീപ്പിൾ ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ ഗവൺമെൻറ് ഓർ ടു ദ സ്റ്റേറ്റ് ഓർ ടു ദ കോമൺ ഗുഡ്. എല്ലാവർക്കും വേണ്ടി എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം? എല്ലാവർക്കും ഈക്വൽ സാക്രിഫൈസ് ആണ് ഉണ്ടാവേണ്ടത്. കുറേ പേർക്ക് കൂടിയ ത്യാഗവും കുറേ പേർക്ക് കുറഞ്ഞ സാക്രിഫൈസും എല്ലാം ഉണ്ടാവേണ്ടത്. എവരി പേഴ്സൺ ഷുഡ് ഹാവ് ഈക്വൽ സാക്രിഫൈസ് വെൻ ദേ ആർ കോൺട്രിബ്യൂട്ടിങ് ടു ദ കോമൺ ഗുഡ്. അപ്പോൾ കോമൺ ഗുഡിന് വേണ്ടി, പൊതുജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി അവർ ടാക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എവരി വൺ ഷുഡ് ഹാവ് ഈക്വൽ സാക്രിഫൈസ്. എല്ലാവർക്കും ഈക്വൽ സാക്രിഫൈസ് ഉണ്ടാവണം എന്നാണ് ഏത് കോൺസെപ്റ്റ് പറയുന്നത്? ഈ എബിലിറ്റി ടു പേ തിയറിയിൽ പറയുന്നത്. ഇനി നമുക്ക് എന്തുകൊണ്ടാണ് നമ്മൾ എബിലിറ്റി തിയറിയെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നതെന്ന് നോക്കാം. വൈ വി ആർ ജസ്റ്റിഫൈങ് ദ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിൾ ഓഫ് ടാക്സേഷൻ. ഈ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിനെ നമ്മൾ എന്തുകൊണ്ട് നീതീകരിക്കുന്നു? എന്തുകൊണ്ടാണ് ഇത് നല്ലൊരു തിയറിയാണെന്ന് നമ്മൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ്? സോ ദിസ് എബിലിറ്റി പ്രിൻസിപ്പിൾ ഈസ് ജസ്റ്റിഫൈഡ് ഓൺ 3 ഗ്രൗണ്ട്സ്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ എബിലിറ്റി തിയറിയെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്, നമ്മൾ നീതീകരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ, സോ ദിസ് തിയറി ഈസ് ജസ്റ്റിഫൈഡ് ഓൺ 3 ഗ്രൗണ്ട്സ്. 3 കാര്യങ്ങളുടെ മുകളിലാണ് നമ്മളിതിനെ പ്രധാനമായിട്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതിലൊന്ന് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ടാക്സ് പേയ്മെൻറ്റ്സ് അപ്പോൺ ഇൻഡിവിജ്വൽ ടാക്സ് പെയർ. ഇറ്റ് ഈസ് ജസ്റ്റിഫൈഡ് ഓൺ സൈക്കോളജിക്കൽ ഇഫക്ട്സ് ഓഫ് ടാക്സ് പേയ്മെൻറ്റ്സ്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഈ ടാക്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ, ഒരു വ്യക്തി ടാക്സ് കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സിലൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റ്, ഒരു മാനസികമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാവും ടാക്സിന്. അപ്പോൾ ആ ടാക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നു. ഓരോ ഇൻഡിവിജ്വൽ ടാക്സ് പെയറിനും ഈ ടാക്സ് കൊടുക്കുമ്പോൾ അയാളുടെ ഉള്ളിലൊരു സൈക്കോളജിക്കൽ ഇഫക്റ്റ് ഉണ്ടാവും. ആ സൈക്കോളജിക്കൽ ഇഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടാവുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതിനെ ആദ്യമായിട്ട് നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. അതായത് every taxpayer should feel that he has made equal sacrifice in the payment of tax. അത് എല്ലാ ടാക്സ് പേർക്കും ഒരു ഫീലിംഗ് ഉണ്ടാവണം. അതായത് ടാക്സ് കൊടുക്കുന്ന കാര്യത്തിൽ അയാൾ എല്ലാവരെ പോലെയും അയാളും ഒരു തുല്യമായ സാക്രിഫൈസാണ് അയാൾക്കുണ്ടായത്. മറ്റുള്ളവരേക്കാൾ കൂടിയതോ കുറഞ്ഞതോ ആയ സാക്രിഫൈസ് അല്ല എനിക്കുണ്ടായത്. എല്ലാവരെയും പോലെ എനിക്കും അവരെ പോലെയുള്ള ഒരു ഈക്വൽ സാക്രിഫൈസാണ് എനിക്കുണ്ടായെന്നുള്ളൊരു ഫീലിംഗ് ആർക്കുണ്ടാവണം? ടാക്സ് പേർക്കുണ്ടാവണം. ആ അടിസ്ഥാനത്തിലാണ്, ആ ഒരു സൈക്കോളജിക്കൽ ഫീലിങ്ങിൻ്റെ അല്ലെങ്കിൽ എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒന്നാമതായി ഈ തിയറിയെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുന്നത്. So first, this theory is justified on the basis of or on psychological effects of tax payments upon individual taxpayer. ഓരോ ഇൻഡിവിജ്വൽ ടാക്സ് പെയറിൻ്റെയും എന്താണ് ഉള്ളിലുള്ള ടാക്സ് പേയ്മെൻറ്റ് നടത്തുമ്പോഴുള്ള സൈക്കോളജിക്കൽ എഫക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ എന്ത് ചെയ്യുന്നു? ജസ്റ്റിഫൈ ചെയ്യുന്നു. അതായത് എന്താണ്? ഈച്ച് ടാക്സ് പേയർ ഷുഡ് ഫീൽ ദാറ്റ് എന്താണ്? ഹി ഹാസ് മെയ്ഡ് ഈക്വൽ സാക്രിഫൈസ് ലൈക്ക് അതേഴ്സ്. മറ്റുള്ളവരെ പോലെ ഞാനും ഒരു ഈക്വൽ സാക്രിഫൈസ്, അവരെ പോലെ തുല്യമായ ഒരു സാക്രിഫൈസ് ഞാനും ചെയ്തു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ ന്യായീകരിക്കുന്നുണ്ട്. സെക്കൻഡ്, ഇൻ ടേംസ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം. രണ്ടാമതായിട്ട് നമ്മൾ ഈ തിയറിയെ അല്ലെങ്കിൽ ഈ പ്രിൻസിപ്പിളിനെ നമ്മൾ നീതീകരിക്കാനുള്ള അല്ലെങ്കിൽ ന്യായീകരിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം.
ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം. അപ്പം നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി എന്താണെന്ന് നമുക്കറിയാം, അഡീഷണൽ യൂട്ടിലിറ്റിയാണ് അല്ലേ. മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന അധികമായിട്ടുണ്ടാകുന്ന യൂട്ടിലിറ്റിയാണ് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സാധാരണ എന്താണ് ഒരു സാധനം നമുക്ക് കൂടുതലായി കിട്ടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന അധികമായി കിട്ടുന്ന യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്കറിയാം ആസ് ഇൻകം ഇൻക്രീസസ് ദ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇൻകം ഡിക്രീസസ്. ഇൻകം വർദ്ധിക്കുമ്പോൾ എന്താ സംഭവിക്കുക, അധികമായി കിട്ടുന്ന ഇൻകത്തിൽ നിന്നുള്ള ആ മാർജിനൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ അഡീഷണൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. നേരെ തിരിച്ചാണ് എന്താണ്, ഇൻകം കുറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് അധികമായിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന വരുമാനത്തിൻ്റെ എന്താണ് യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അധികമായി ഇൻകം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ, ഇൻകത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് വർധനമുണ്ടാകുമ്പോൾ അതിൽ നിന്ന് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകത്തിൻ്റെ യൂട്ടിലിറ്റി, മാർജിനൽ യൂട്ടിലിറ്റി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താണ് ഈ തിയറി പറയുന്നതെന്ന് വെച്ചാൽ, ഫോർ ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ് ഇൻ ടാക്സേഷൻ എന്താണ്, ദ ടാക്സ് ബേർഡൻ ഷുഡ് ബി മോർ ഓൺ ദ റിച്ച് പീപ്പിൾ ദാൻ ഓൺ ദ പുവർ. അപ്പോൾ ഈ ഇക്വാളിറ്റി ഇൻ സാക്രിഫൈസ് ആണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. എല്ലാവർക്കും ഈക്വൽ സാക്രിഫൈസ് വേണം. അപ്പോൾ അതുകൊണ്ട് ഈ ടാക്സിൻ്റെ ബേർഡൻ ആരുടെ മുകളിൽ കൂടുതൽ പതിയണം? ഇറ്റ് ഷുഡ് ബി മോർ ഓൺ ദ റിച്ച് പേഴ്സൺ ദാൻ ഓൺ ദ പുവർ പേഴ്സൺ. അപ്പോൾ ഈക്വൽ സാക്രിഫൈസ് ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ ഇൻകം കിട്ടുന്നവൻ കൂടുതൽ ടാക്സ് കൊടുക്കുകയും കുറഞ്ഞ ഇൻകം കിട്ടുന്നവൻ കുറഞ്ഞ ടാക്സ് കൊടുക്കുകയും ചെയ്യണം. എന്നാലേ നമുക്കൊരു ഈക്വൽ സാക്രിഫൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അല്ലാതെ കൂടുതൽ ഇൻകം കിട്ടുന്നവന് കുറഞ്ഞ ടാക്സും കുറഞ്ഞ വരുമാനം കിട്ടുന്നതിന് കൂടുതൽ ടാക്സുകൾ ഉണ്ടാവണ്ടേ. ടാക്സ് ബേർഡൻ ഷുഡ് ഫോൾ മോർ ഓൺ ദ റിച്ച് പേഴ്സൺ. ആരുടെ മുകളിൽ വേണം ടാക്സ് ബേർഡൻ വരേണ്ടത്? റിച്ച് പേഴ്സൻ്റെ മുകളിൽ വേണം, ദാൻ ഓൺ ദ പുവർ പേഴ്സൺ. പാവപ്പെട്ടവരുടെ മുകളിൽ ടാക്സ് ബേർഡൻ വരുന്നതിനേക്കാൾ കൂടുതലായിട്ട് ആരുടെ മുകളിൽ വരണം എന്നാണ്? റിച്ച് പേഴ്സൻ്റെ കയ്യിൽ ടാക്സ് ബേർഡൻ വരണം എന്നാണ് എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിൽ പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാരണം കൊണ്ടും ഇതിനെ നമ്മൾ ന്യായീകരിക്കുന്നുണ്ട്. റിച്ച് പേഴ്സണെ കൂടുതൽ ടാക്സ് ചുമത്തുന്നുണ്ട്, പുവറിനെ കുറച്ച് ചുമത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൻ്റെ പേരിൽ നമ്മളിതിനെ ന്യായീകരിക്കുന്നുണ്ട്. തേർഡ് ഈസ് ബേസ്ഡ് ഓൺ ദ ഫാക്കൾട്ടി ഇൻ്റർപ്രിട്ടേഷൻ. മൂന്നാമതായിട്ട് ഇതിനെ ന്യായീകരിക്കുന്നത് ഫാക്കൾട്ടിയെ നമ്മൾ എങ്ങനെ ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ. ഫാക്കൾട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ നമ്മൾ എങ്ങനെ നിർവചിക്കും എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമുക്കിതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും, നീതീകരിക്കാൻ പറ്റും. അപ്പോൾ ഫാക്കൾട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു ഫാക്കൾട്ടി വാസ് ഫസ്റ്റ് റെപ്രസെൻറ്റഡ് ബൈ പ്രോപ്പർട്ടി, പിന്നീട് ഇൻകം എന്ന് പറഞ്ഞു. അപ്പോൾ ഫാക്കൾട്ടി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇൻകം, പ്രോപ്പർട്ടി, വെൽത്ത് എറ്റ്സെട്ര ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ഇൻകം അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി, അയാളുടെ വെൽത്ത് ഒക്കെ എന്ന് പറയുന്നതാണ് ഫാക്കൾട്ടി കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇൻകം, പ്രോപ്പർട്ടി ആസ് വെൽ ആസ് വെൽത്ത് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. So here in this concept, Hobson has given the concept of economic surplus. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഹോബ്സൺ എന്ന് പറയുന്ന ഒരു ഇക്കണോമിക് സർപ്ലസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നു. അപ്പോൾ ഇക്കണോമിക് സർപ്ലസ് എന്ന് പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്, നമ്മുടെ ഇൻകത്തിനെ അദ്ദേഹം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. So he distinguished income into two parts. അദ്ദേഹം ഇൻകത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് പറഞ്ഞു. അതായത് that part of income which had no ability to bear taxes, അതായത് ടാക്സിനെ വഹിക്കാൻ കഴിവില്ലാത്ത ഒരു ഇൻകത്തിൻ്റെ ഭാഗവും ടാക്സിനെ വഹിക്കാൻ അല്ലെങ്കിൽ ടാക്സിൻ്റെ ഭാരം വഹിക്കാൻ കഴിവുള്ള ഒരു ഇൻകത്തിൻ്റെ ഭാഗവും ഉണ്ട്. അപ്പോൾ ഇൻകത്തിനെ രണ്ട് ഭാഗമായിട്ട് അദ്ദേഹം ഡിസ്റ്റിങ്വിഷ് ചെയ്തു. one part is income, that part of income which cannot bear the ability. അതായത് ഒരു ഭാഗം, ഇൻകത്തിൻ്റെ ഒരു ഭാഗത്തിന് എന്താണ് ടാക്സിനെ വഹിക്കാൻ, ടാക്സിൻ്റെ ബേർഡൻ വഹിക്കാൻ കഴിയാത്ത ഒരു ഭാഗവും, വേറൊരു ഭാഗത്തിന് ടാക്സിൻ്റെ ബേർഡനെ വഹിക്കാൻ കഴിയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് ടാക്സ് ഈടാക്കാൻ ഒരു ഇൻകത്തിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് ചുമത്താൻ പറ്റും, മറ്റേതിൻ്റെ മുകളിൽ നമുക്ക് ടാക്സ് ചുമത്താൻ പറ്റില്ല. അപ്പോൾ ആ ടാക്സ് ഈടാക്കാൻ പറ്റുന്ന ഭാഗത്തിന് ടാക്സിൻ്റെ ഭാരം വഹിക്കാൻ പറ്റും, മറ്റു ഭാഗത്തിന് ടാക്സിൻ്റെ ഭാരം വഹിക്കാൻ കഴിയും. അങ്ങനെ രണ്ട് പാർട്ടായിട്ട് തന്നെ തിരിച്ചിട്ടുണ്ട്. അതിൽ that part of income which may bear taxes is called economic surplus. അതായത് ഈ ഭാരം, ടാക്സിൻ്റെ ആ ഒരു ഭാരം അല്ലെങ്കിൽ ടാക്സിൻ്റെ ഒരു ബാധ്യത ഏറ്റെടുക്കുന്ന ഒരു ഇൻകത്തിൻ്റെ ഒരു ഭാഗമുണ്ട്, അതിനെയാണ് ഇക്കണോമിക് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്കണോമിക് സർപ്ലസ് മീൻസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻകം വിച്ച് മേ ബിയർ ടാക്സസ്. ടാക്സ് വഹിക്കുന്ന അല്ലെങ്കിൽ ടാക്സ് ഉൾക്കൊള്ളുന്ന ഇൻകത്തിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇക്കണോമിക് സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പം അക്കോർഡിംഗ് ടു ഫാക്കൾട്ടി ഇൻ്റർപ്രിട്ടേഷൻ, ലെവൽ ഓഫ് ടാക്സേഷൻ ഷുഡ് ഇൻക്രീസ് ഇൻ ഹയർ പ്രൊപ്പോർഷൻ ദാൻ ദ ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പ്രോപ്പർട്ടി.
അതായത് ഇൻകത്തിലും പ്രോപ്പർട്ടിയിലും ഉണ്ടാകുന്ന വർധനവിനേക്കാൾ കൂടിയ അനുപാതത്തിൽ വേണം എന്ത് വർദ്ധിക്കേണ്ടത്, ടാക്സേഷൻ്റെ ലെവൽ വർദ്ധിക്കേണ്ടതെന്നാണ് ഈ ഫാക്കൾട്ടി ഇൻ്റർപ്രിട്ടേഷനകത്ത് പറയുന്നത്. ഫാക്കൾട്ടി നിർവചനത്തിനകത്ത് പറയുന്നത് ലെവൽ ഓഫ് ടാക്സേഷൻ ഷുഡ് ഇൻക്രീസ് ഇൻ ഹയർ പ്രൊപ്പോർഷൻ ദാൻ ദ ഇൻക്രീസ് ഇൻ ഇൻകം ആൻഡ് പ്രോപ്പർട്ടി. ഇൻകത്തിലും പ്രോപ്പർട്ടിയിലും ഉണ്ടാകുന്ന വർധനവിനേക്കാൾ കൂടിയ പ്രൊപ്പോർഷനിൽ എന്ത് വർദ്ധിക്കണമെന്നാണ് പറയുന്നത്, ടാക്സേഷൻ ലെവൽ വർദ്ധിക്കണം എന്നാണ് ഫാക്കൾട്ടി ഇൻ്റർപ്രിട്ടേഷൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഈ 3 ഗ്രൗണ്ട്സിലാണ്, 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഫാക്കൾട്ടി തിയറിയെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ന്യായീകരിക്കുന്നത്. ഓക്കെ, ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റിഫൈഡ് ഓൺ സൈക്കോളജിക്കൽ എഫക്ട്സ് ഓഫ് ദ ടാക്സ് പെയർ. രണ്ടാമത് ഇൻ ടേംസ് ഓഫ് ദ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി. മൂന്നാമത് ഫാക്കൾട്ടി ഇൻ്റർപ്രിട്ടേഷൻ. അങ്ങനെ 3 കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ എബിലിറ്റി ടു പേ പ്രിൻസിപ്പിളിനെ നമ്മൾ ന്യായീകരിക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ക്യാൻ വി മെഷർ എബിലിറ്റി ടു പേ. എബിലിറ്റി ടു പേയെ നമുക്ക് എങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിക്ക് ടാക്സ് കൊടുക്കാനുള്ള ഒരു കഴിവിനെ നമുക്ക് എങ്ങനെ അളക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു ദർ ആർ 2 അപ്രോച്ചസ്, ദേ ആർ ദ സബ്ജക്റ്റീവ് അപ്രോച്ച് ആൻഡ് ദ ഒബ്ജക്റ്റീവ് അപ്രോച്ച്. 2 തരത്തിലുള്ള അപ്രോച്ചസ് ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ എബിലിറ്റി ടു പേ തിയറിയിൽ 2 തരത്തിലുള്ള അപ്രോച്ചസ് ആണ്, സബ്ജക്റ്റീവ് അപ്രോച്ച് എന്നും ഒബ്ജക്റ്റീവ് അപ്രോച്ചസ് നമ്മളതിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സബ്ജക്റ്റീവ് അപ്രോച്ചിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, സബ്ജക്റ്റീവ് അപ്രോച്ച് ഈസ് കൺസേൺഡ് വിത്ത് സാക്രിഫൈസ്, അല്ലേ, സാക്രിഫൈസ് തിയറി. അപ്പോൾ സാക്രിഫൈസ് തിയറി സബ്ജക്റ്റീവ് അപ്രോച്ചിന് അനുസരിച്ച് സാക്രിഫൈസ് തിയറി ഹാസ് ബീൻ ഇവോൾവ് ടു മെഷർ എബിലിറ്റി ടു പേ. എബിലിറ്റി ടു പേ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സാക്രിഫൈസ് തിയറിയും, അതേസമയം ഒബ്ജക്റ്റീവ് അപ്രോച്ചിൽ ഫാക്കൾട്ടി തിയറി ഹാസ് ബീൻ യൂസ്ഡ് ടു മെഷർ എബിലിറ്റി ടു പേ. അപ്പം ഒബ്ജക്റ്റീവ് അപ്രോച്ചിൽ നമ്മൾ എന്താണ്, ഫാക്കൾട്ടി തിയറിയാണ് അല്ലെങ്കിൽ ഫാക്കൾട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ഉപയോഗിച്ചത് എബിലിറ്റി ടു പേ മെഷർ ചെയ്യാൻ വേണ്ടി. അതേസമയം സബ്ജക്റ്റീവ് അപ്രോച്ചിനകത്ത് വി ഹാവ് യൂസ്ഡ് സാക്രിഫൈസ് തിയറി ടു മെഷർ എബിലിറ്റി ടു പേ. എബിലിറ്റി ടു പേ ആക്കാൻ വേണ്ടി നമ്മൾ സാക്രിഫൈസ് തിയറിയും ഉപയോഗിച്ചു. അതേസമയം ഒബ്ജക്റ്റീവ് അപ്രോച്ചിൽ നമ്മൾ എന്താ ഉപയോഗിച്ച ഫാക്കൾട്ടി തിയറിയുമാണ് എബിലിറ്റി ടു പേ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്. അപ്പം 2 തരത്തിലുള്ള അപ്രോച്ച് ഉണ്ട്, സബ്ജക്റ്റീവ് അപ്രോച്ച് ഉണ്ട്, ഒബ്ജക്റ്റീവ്. അപ്പം സബ്ജക്റ്റീവ് അപ്രോച്ചിൽ നമ്മൾ സാക്രിഫൈസ് തിയറിയാണ് ഉപയോഗിച്ചത്, ഒബ്ജക്റ്റീവ് അപ്രോച്ചിൽ നമ്മൾ ഫാക്കൾട്ടി തിയറിയാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് സബ്ജക്റ്റീവ് അപ്രോച്ചിനെ നമ്മൾ വേറൊരു പേരിലും വിളിക്കാറുണ്ട്, ദ സാക്രിഫൈസ് പ്രിൻസിപ്പിൾ എന്നും വിളിക്കാറുണ്ട്. ഒബ്ജക്റ്റീവ് അപ്രോച്ച് ഈസ് ഓൾസോ കോൾഡ് ഫാക്കൾട്ടി പ്രിൻസിപ്പിൾ. അപ്പോൾ സബ്ജക്റ്റീവ് അപ്രോച്ച് ഈസ് കോൾഡ് സാക്രിഫൈസ് പ്രിൻസിപ്പിൾ ആൻഡ് ഒബ്ജക്റ്റീവ് അപ്രോച്ച് ഈസ് കോൾഡ് ഫാക്കൾട്ടി പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പം എബിലിറ്റി ടു പേ തിയറിയിൽ എന്താ ട്രൈസ് ടു മെഷർ ദ എബിലിറ്റി ടു പേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം മെഷേഴ്സ്. അതായത് ഒരു വ്യക്തിയുടെ എബിലിറ്റി ടു പേ അളക്കുന്നത് ചില അളവുകോലുകൾ ഉപയോഗിച്ചിട്ടാണ്, ചില മെഷേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. എബിലിറ്റി ടു പേ അളക്കുന്നത് എബിലിറ്റി തിയറിയുടെ അടിസ്ഥാനത്തിൽ വി ആർ മെഷറിങ് എബിലിറ്റി ടു പേ ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൺ ഒബ്സർവബിൾ മെഷേഴ്സ്. നമുക്ക് ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റുന്ന മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിതിൻ്റെ ഓരോരുത്തരുടെയും എബിലിറ്റി ടു പേ മെഷർ ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, 2 ഇൻകം എന്ന് പറയുന്നത്, 3 സൈസ് ഓഫ് ദ ഫാമിലി, 4 കൺസംഷൻ. അങ്ങനെ ഈ 4 മെഷേഴ്സ് ഉപയോഗിച്ചിട്ടാണ് അല്ലെങ്കിൽ ഇൻഡെക്സസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു വ്യക്തിയുടെ എബിലിറ്റി അളക്കുന്നത്. അപ്പോൾ 1 പ്രോപ്പർട്ടി, 2 ഇൻകം, 3 സൈസ് ഓഫ് ദ ഫാമിലി, 4 കൺസംഷൻ. ഈ 4 കോൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് മെഷർ ചെയ്യുന്നത്, ഒരു വ്യക്തിയുടെ എബിലിറ്റി ടു പേ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് എന്താണ് പ്രോപ്പർട്ടി എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡെക്സ് ഓഫ് എബിലിറ്റി ടു പേ ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ റാദർ ദാൻ ഇൻകം. സോ അക്യുമുലേറ്റഡ് വെൽത്ത് അഥവാ പ്രോപ്പർട്ടി, ഒരു വ്യക്തിയുടെ കൈവശം കുന്നുകൂടുന്ന പണം അഥവാ പ്രോപ്പർട്ടി ദാറ്റ് വാസ് യൂസ്ഡ് ആസ് എ മെഷർ ഓർ ഇൻഡെക്സ് ഓഫ് എബിലിറ്റി ടു പേ ഓഫ് എ പെർട്ടിക്കുലർ ഇൻഡിവിജ്വൽ റാദർ ദാൻ ഇൻകം. ഇൻകം അല്ലാതെ പ്രധാനമായിട്ടും എബിലിറ്റി ടു പേ മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒന്നാണ് ഈ അക്യുമുലേറ്റഡ് വെൽത്ത് അഥവാ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ പക്ഷേ ഈ ഇൻകം അഥവാ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് ദാറ്റ് ഈസ് നോട്ട് എ പ്രൈമറി ടെസ്റ്റ് ഓഫ് എബിലിറ്റി ടു പേ, ബട്ട് ഇറ്റ് ഈസ് ഓൺലി എ സപ്ലിമെൻ്ററി ഇൻഡെക്സ് ഓഫ് എബിലിറ്റി ടു പേ. അപ്പോൾ ഇൻകം അഥവാ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു പ്രൈമറി ഇൻഡെക്സ് അല്ല.
ഇറ്റ് ഈസ് ഓൺലി എ സപ്ലിമെൻ്ററി ഇൻഡെക്സ്. അപ്പം നമുക്ക് പ്രാഥമികമായിട്ട് ഉപയോഗിക്കാൻ പറ്റും, അല്ലെങ്കിൽ മൊത്തത്തിലൊരു ഒരു ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് അല്ല, അത് ഒരു സപ്ലിമെൻ്ററി ഇൻഡെക്സ് ആണ്. വേറെ ഏതെങ്കിലും ഒരു ഇൻഡെക്സിനോടൊപ്പം ചേർന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇൻഡെക്സ് മാത്രമാണ് ഈ പ്രോപ്പർട്ടി അഥവാ വെൽത്ത് എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും ചില കാരണങ്ങൾ കൊണ്ടാണ്. വൈ വി കനോട്ട് യൂസ് പ്രോപ്പർട്ടി ആസ് എ പ്രൈമറി ഇൻഡെക്സ്. നമുക്ക് എന്തുകൊണ്ട് പ്രോപ്പർട്ടിയെ നമുക്ക് ഒരു പ്രൈമറി ഇൻഡെക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതിൻ്റെ ചില കാരണങ്ങളാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, പ്രോപ്പർട്ടി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻകം ബട്ട് ഓൾ പ്രോപ്പർട്ടീസ് ഡു നോട്ട് ഈൽഡ് ഇൻകം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഇൻകത്തിൻ്റെ സോഴ്സ് തന്നെയാണ്. നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു സോഴ്സ് തന്നെയാണ് പ്രോപ്പർട്ടി. പക്ഷേ എല്ലാ പ്രോപ്പർട്ടിയിലും നമുക്ക് ഇൻകം കിട്ടണമെന്നില്ല, അല്ലേ? കാരണം ചില പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ചില പ്രോപ്പർട്ടി ഉണ്ടാകും വെറുതെ തരിശായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പോൾ അതിൽ നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ചില പ്രോപ്പർട്ടി ഇൻകം ലഭിക്കാത്തതായിരിക്കും. അതുകൊണ്ട് അതിനെ നമുക്കൊരു പ്രൈമറി ഇൻഡെക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രോപ്പർട്ടി ഈൽഡ് ഇൻകം, ആക്ച്വലി പ്രോപ്പർട്ടി ഈൽഡ് ഇൻകം ബട്ട് ഓൾ പ്രോപ്പർട്ടീസ് ഡു നോട്ട് ഈൽഡ് ഇൻകം. പക്ഷേ എല്ലാ പ്രോപ്പർട്ടീസിലും നമുക്ക് എന്ത് കിട്ടില്ല? ഇൻകം കിട്ടില്ല എന്നാണ് ഒരു ക്രിറ്റിസിസമായിട്ട് പറയാം. ദെൻ ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഈസ് നോട്ട് കണ്ടിന്യൂസ്. രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് വെച്ചാൽ, പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് എന്ന് വെച്ചാൽ തുടർച്ചയായിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നല്ല ഈ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം. ഇൻകം ഫ്രം പ്രോപ്പർട്ടി ഈസ് നോട്ട് കണ്ടിന്യൂസ്. പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം ഒരിക്കലും എന്താണ് തുടർച്ചയായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ല. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കൃഷി ചെയ്ത് ആ കൃഷിയിൽ നിന്നുള്ള ഈ ആദായം നമുക്ക് തുടർച്ചയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കണമെന്നില്ല. ഇടയ്ക്ക് ചിലപ്പോൾ അത് നിന്നു പോകും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതുകൊണ്ട് അതിനെ നമുക്കൊരു പ്രൈമറി ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. തേർഡ്, ഇൻകം ഫ്രം പ്രോപ്പർട്ടി മേ വേരി ഓൺ അക്കൗണ്ട് ഓഫ് ഇറ്റ്സ് നേച്ചർ, ലൊക്കേഷൻ, യൂസ് എറ്റ്സെട്ര. മാത്രമല്ല പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത്, വരുമാനം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഉപയോഗം അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ പ്രകൃതം അനുസരിച്ചൊക്കെ വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ നേച്ചർ അനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് അനുസരിച്ച് അതിൻ്റെ ഇൻകം വ്യത്യാസപ്പെടും. ഉദാഹരണത്തിന് ഒരു ഹൗസ് ഇൻ ദ വില്ലേജ്, ഒരു ഗ്രാമത്തിലുള്ള നമ്മളൊരു വീട്, നമുക്കറിയാം ഗ്രാമത്തിലുള്ള ഒരു വീടും ടൗണിലുള്ള അല്ലെങ്കിൽ സിറ്റിയിലുള്ള ഒരു വീടും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഗ്രാമത്തിലുള്ള വീടിൽ നിന്ന് കിട്ടുന്ന ഇൻകം അല്ലെങ്കിൽ റെൻറ്റ് എന്ന് പറഞ്ഞാൽ എവിടുത്തെ വീടിന് കിട്ടുന്ന ഇൻകത്തേക്കാൾ കുറവായിരിക്കും. ടൗണിലോ സിറ്റിയിലോ സ്ഥിതി ചെയ്യുന്ന ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന റെൻറ്റിനേക്കാൾ വളരെ കുറവായിരിക്കും ഒരു ഗ്രാമത്തിലെ ഹൗസിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻകം, ഒരു പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകം എന്ന് പറയുന്നത് ഈ ലൊക്കേഷൻ അനുസരിച്ചും അതിൻ്റെ ഉപയോഗം അനുസരിച്ചും ഒക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ പ്രൈമറി ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. പിന്നെ അടുത്തൊരു റീസൺ ആയിട്ട് പറയുന്നത്, പ്രോപ്പർട്ടി ഈസ് ടാക്സ്ഡ് ഇൻ ഇറ്റ്സ് ക്യാപിറ്റൽ വാല്യൂ. പ്രോപ്പർട്ടിയുടെ മൂലധന വില എത്രയാണോ, ആ പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റൽ വാല്യൂ എത്രയാണോ, അതിൻ്റെ മുകളിലാണ് നമ്മൾ ടാക്സ് ചുമത്തുന്നത്. അപ്പം അഥവാ ഈ പ്രോപ്പർട്ടിക്ക് ഒരു ഇൻകം കിട്ടുന്നില്ലെങ്കിൽ നമ്മളെന്താണ് വീണ്ടും അതിൻ്റെ മുകളിൽ ചുമത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നീതി അൺജസ്റ്റ് ആണ്. ദാറ്റ് ഈസ് അൺജസ്റ്റ്, അനീതിയാണ്. കാരണം എന്താണ്, അതിൻ്റെ മൂല്യം എത്രയുണ്ടോ അതിൻ്റെ മുകളിലാണ് വീണ്ടും നമ്മൾ ടാക്സ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒരു വരുമാനവും കിട്ടാതെ വെറുതെ കിടക്കുന്നതാണെങ്കിൽ നമ്മൾ വീണ്ടും അതിൻ്റെ മുകളിൽ ടാക്സ് ചുമത്തി കഴിഞ്ഞാൽ അത് എന്താണ്, അനീതിയാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ കാരണങ്ങളുകൊണ്ട് പ്രോപ്പർട്ടി കനോട്ട് ബി റിഗാർഡ് ആസ് എ പ്രൈമറി ഇൻഡെക്സ്. ഒരിക്കലും നമുക്ക് ഇതിന് പ്രൈമറി ഇൻഡെക്സ് ആയി കണക്കാക്കാൻ പറ്റില്ല. എബിലിറ്റി ടു പേ മെഷർ ചെയ്യാൻ വേണ്ടി, ഒരു വ്യക്തിയുടെ ടാക്സ് കപ്പാസിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൈമറി ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ഓൺലി ആസ് എ സെക്കൻഡറി ഇൻഡെക്സ്. അതിന് എന്തായിട്ടേ പരിഗണിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ഒരു സപ്ലിമെൻ്ററി ഇൻഡെക്സ് ആയിട്ട് അല്ലെങ്കിൽ അനുബന്ധ ഇൻഡെക്സ് ആയിട്ട് മാത്രമേ നമുക്ക് കണക്കാക്കാൻ പറ്റൂ. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ഓൺലി ആസ് എ സപ്ലിമെൻ്ററി ഇൻഡെക്സ്. ഒരു സപ്ലിമെൻ്ററി ഇൻഡെക്സ് ആയിട്ട് മാത്രമേ നമുക്ക് ഇതിനെ കണക്കാക്കാൻ പറ്റൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ സപ്ലിമെൻ്ററി ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതിന് ഒരു കാരണങ്ങളാണ് നമ്മൾ ഇനി പറയാം. അപ്പോൾ പ്രൈമറി ഇൻഡെക്സ് ആയിട്ടാണ് ആയിട്ടല്ല കണക്കാക്കുന്നതെന്ന് പറയാൻ നമ്മൾ കുറച്ച് കാരണങ്ങൾ പറഞ്ഞു. അതേപോലെ ഇതിനെ എന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ഓൺലി ആസ് എ സെക്കൻഡറി ഓർ സപ്ലിമെൻ്ററി ഇൻഡെക്സ്. ആ സപ്ലിമെൻ്ററി ഇൻഡെക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ, ദ ഓണർഷിപ്പ് ഓഫ് പ്രോപ്പർട്ടി ഗിവ്സ് ഇറ്റ്സ് ഓണർ ആൻ അഡീഷണൽ കപ്പാസിറ്റി ഓഫ് പേയിങ് ടാക്സസ് വിച്ച് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ് ബൈ ഹിസ് നെറ്റ് ഇൻകം. അപ്പോൾ അതായത് ഒരു വ്യക്തിയുടെ കയ്യിൽ പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ടാക്സ് കൊടുക്കാനുള്ള ഒരു അധികമായ ഒരു എബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അയാൾക്ക് ഒരു പ്രോപ്പർട്ടി കൈവശം വെച്ചിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ടാക്സ് കൊടുക്കാനുള്ള അഡീഷണൽ കപ്പാസിറ്റി ഉണ്ടാക്കുകയാണ്, ടാക്സ് കൊടുക്കാനുള്ള അഡീഷണൽ ആയിട്ടുള്ളൊരു കഴിവ് ഉണ്ടാക്കുകയാണ്. പക്ഷേ അതൊരിക്കലും അയാളുടെ അറ്റ വരുമാനത്തിൽ, അയാളുടെ നെറ്റ് ഇൻകത്തിൽ അത് ചിലപ്പം കാണണമെന്നിരിക്കത്തില്ല. അയാളുടെ നെറ്റ് ഇൻകത്തിൽ അത് ചിലപ്പം റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. കാരണം അയാൾക്ക് ടാക്സ് പേയിങ് കപ്പാസിറ്റി കൂടും.
ഈ പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അയാൾക്ക് ടാക്സ് പേയിങ് കപ്പാസിറ്റി കൂടും. പിന്നെ അതേസമയം അത് ചിലപ്പോൾ അയാളുടെ വരുമാനത്തിൽ അത് പ്രതിഫലിച്ചൊന്നിരിക്കത്തില്ല. അയാളുടെ വരുമാനം അതനുസരിച്ച് കൂടണമെന്നിരിക്കത്തില്ല. ചിലപ്പം അയാൾക്ക് ടാക്സ് പേയിങ് കപ്പാസിറ്റി ഉണ്ടാവും, പക്ഷേ അതനുസരിച്ച് അയാളുടെ വരുമാനത്തിൽ വർധന ഉണ്ടാവണമെന്നിരിക്കത്തില്ല. അതൊരു റീസണായിട്ട് പറയുന്നത്. പിന്നെ ഇൻകം ഫ്രം പ്രോപ്പർട്ടി പ്രൊവൈഡ്സ് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ടാക്സ് പേയിങ് കപ്പാസിറ്റി ദാൻ ഇൻകം ഫ്രം പേഴ്സണൽ സർവീസസ്. അതുപോലെ തന്നെ എന്താണ് ഈ നമ്മുടെ പ്രോപ്പർട്ടി എന്നുള്ള ഇൻകം എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് ഗ്രേറ്റർ ഡിഗ്രി ഓഫ് ടാക്സ് പേയിങ് കപ്പാസിറ്റി ദാൻ ഇൻകം ഫ്രം പേഴ്സണൽ സർവീസസ്. ഒരു വ്യക്തിക്ക് അയാൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കിട്ടുന്ന ടാക്സ് പേയിങ് കപ്പാസിറ്റിയേക്കാൾ കൂടുതലായിരിക്കും അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകത്തിൽ നിന്നുള്ള ടാക്സ് പേയിങ് കപ്പാസിറ്റി. അയാളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് അയാൾക്ക് കൂടുതൽ ടാക്സ് പേയിങ് കപ്പാസിറ്റി നൽകുന്നു. ഇതിനേക്കാൾ അയാളുടെ സ്വന്തം ജോലിയിൽ നിന്ന് അല്ലെങ്കിൽ സ്വന്തം പേഴ്സണൽ സർവീസിൽ നിന്ന് അയാൾക്ക് കിട്ടുന്ന സേവനങ്ങളിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തേക്കാൾ കൂടുതൽ ടാക്സ് പേയിങ് കപ്പാസിറ്റി കൊടുക്കുന്നത് പ്രോപ്പർട്ടിയിൽ നിന്നുള്ള ഇൻകമാണ്. അതുകൊണ്ട് നമുക്കൊരു സപ്ലിമെൻ്ററി ഇൻഡെക്സ് ആയിട്ട് കണക്കാക്കാൻ കഴിയും എന്നാണ് തിയറിയിൽ പറയുന്നത്. ഓക്കെ, ഇത്രയാണ് പ്രധാനമായിട്ടും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കേട്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പം ഇപ്പോൾ തൽക്കാലം ഞാനിത് നിർത്തുന്നതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത സ്ലൈഡിൽ ഉൾപ്പെടുത്താം. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ക്ലിയർ?